ചേച്ചി ലാൻഡ്ലോഡ് ആ പണിക്കലുണ്ടല്ലോ അയാൾ പെട്ടി കിടക്കാൻ എടുത്തോണ്ടിരിക്കുക. എന്തിന്? അയാൾ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ പോത്രേ. ആ മുറിയിലുണ്ട്. എവിടെ? പുറത്തു പോയിട്ടില്ല. അമ്മേ, ദേശ അരികയാണ്. അരിക്കൊക്കെ ഇപ്പൊ എന്താ വില? ബാക്കി ആരോട് ചോദിച്ചിട്ട് അമ്മേ അയാൾ മുറി കയറി കൂടിയത്? അമ്മ സമ്മതം കൊടുത്തോ? അത് അയാൾ 2 ദിവസം കഴിഞ്ഞ് പോവും. 2 ദിവസമല്ല, 2 നിമിഷം പോലും അയാൾ ഇവിടെ നിൽക്കാൻ പാടില്ല. നമുക്ക് എതിര് പറയാൻ പറ്റുമോ മോളെ? ഇത് അയാളുടെ വീടല്ലേ? അല്ല, നമ്മൾ വാടക കൊടുക്കുന്ന കാലം വരെ ഇത് നമ്മുടെ വീടാ. നാണുണ്ടോ ആ മനുഷ്യന്? നമ്മുടെ അടുക്കള കയറി അരി കഴുകുക അയാള്. തീ പിടിച്ച വിലയാണ് എത്ര അരിക്ക്? അതിന് ഞാനെന്ത് വേണം? ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങണമെന്ന് അമ്മയൊന്ന് പറയൂ. 2 ദിവസത്തെ കല്യാണം മോളെ. അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. കട്ടിലും കിടക്കയും പാത്രങ്ങളും സ്റ്റൗവൊക്കെ ആയിട്ടല്ലേ അയാൾ വന്നിരിക്കുന്നത്. ആ, അത് പണിക്കരുടെ ഒരു ശീലാത്രേ. സ്വന്തം കട്ടിലെ കിടന്നുറങ്ങിയാലേ ഉറക്കം വരൂ, സ്വന്തമായിട്ട് പാചകം ചെയ്ത് കഴിച്ചാലേ തൃപ്തിയാവൂ. ചില ആളുകൾ അങ്ങനെ എല്ലാം തന്നെത്താൻ ചെയ്യണം. തന്നെത്താൻ ചെയ്യലൊക്കെ അയാളുടെ വീട്ടിൽ ചെന്നിട്ട് മതി. ഇവിടുത്തെ എഞ്ചിനീയർ ഓഫീസിൽ ഏതോ കടലാസ് ശരിപ്പെടുത്താൻ വേണ്ടിട്ടാ. 2 ദിവസത്തേക്ക് മതി. ഏതെങ്കിലും ലോഡ്ജിൽ ഒരു റൂം കിട്ടില്ല അയാൾക്ക്. ആ, അതല്ലേ കുഴപ്പമായത്. ലോഡ്ജ് മുറിയിൽ ഏതോ കള്ളന്മാര് 6000 രൂപ കട്ടോണ്ട് പോയത്രേ. പാവം പണിക്കര്. ഒക്കെ നുണയാണമ്മേ. അയാളുടെ രൂപ വെക്കാൻ അയാളേക്കാൾ വലിയ കള്ളൻ ഈ ലോകത്തുണ്ടായിട്ട് വേണ്ടേ? അയാളോട് ഇറങ്ങിപ്പോ അമ്മ എന്ന് പറയുന്നുണ്ടോ? ഞാനിപ്പോ എങ്ങനെയാ പറയുന്നേ? വിളക്ക് കത്തിച്ചിട്ട് പറയാം. ദീപം 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 ദീപം. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ. ഈ നരകത്തീന്നെന്നെ കരകേറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ. എന്തൊക്കെയാ അമ്മേ കാണുന്നത്? ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ? അയാളുടെ വീടാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. ഈ നരകത്തീന്നെ കരകേറ്റിയിടണം വാഴും. പ്ലീസ്, സന്ധ്യാനാമം ചൊല്ലുമ്പോ ബഹളം ഉണ്ടാക്കരുത്. ദൈവം ശിക്ഷിക്കും. തന്നെക്കാളും വലിയൊരു ശിക്ഷ ഇനി വേറെ ഇല്ലല്ലോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ. ഈ നരകത്തീന്നെ കരകേറ്റിയിടണം. നാമം ചെല്ലുമ്പോ ശല്യം ചെയ്താ ദൈവം കോപിക്കും. അമ്മയൊന്നും ഉണ്ടായിരിക്കും. നീ ഞാൻ പറയുന്നൊന്ന് കേൾക്കുമോളെ. അതിന് നാമം ചൊല്ലിക്കഴിഞ്ഞ് നമുക്ക് സ്വൈര്യമായിട്ട് സംസാരിക്കാമല്ലോ. ഇങ്ങോട്ട് വന്നേ. ശംഭോ മഹാദേവ. ശിവശംഭോ ശംഭോ ശിവശംഭോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ. ആവാട്ടപ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ. നല്ല തടി, മുടിഞ്ഞ തീറ്റയായിരിക്കും. നോക്കല്ലേ, ഞാനങ്ങ് ദഹിച്ചു പോകും. ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ഹൗസ് ഓണർക്ക് കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ഹൗസ് ഓണറിന്റെ മൂത്തൊഴി പോടല്ല. എന്റെ കള്ളച്ചേർക്ക, ഞാൻ ഈ പിശാചിനെ തല്ലിയൊന്നുമില്ല. കാണിച്ചു തരാം തനിക്ക്. മോർണിംഗ് വാ.
തുടങ്ങിയിട്ട് നേരം കുറേ അയ്യോ, എന്താ ഇത്? എന്റെ ബാഗ് എന്താ അയ്യോ എന്റെ ദൈവമേ എന്റെ സ്റ്റൗ ഇതൊക്കെ എടുത്ത് എന്റെ ഗുരുവായൂരപ്പ എനിക്ക് വയ്യ എന്താ എന്താണ്ട് നിങ്ങൾ അങ്ങോട്ട് പോവണ്ട പോണ്ടാച്ചാല് എന്താ ഉമ്മറേ ഇങ്ങോട്ട് വരുന്നേ ആ വീട്ടുറക്കത്തിന് ഭ്രാന്തായിക്കുന്നുണ്ട് കുറിച്ച് കെട്ടാണ് നമുക്ക്. ഞാൻ ഈ കുട്ടികളെ സ്കൂളിൽ വിട്ടേച്ച് വരാം. പറ. ആഹാ ഞമ്മക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ. നിങ്ങൾ അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പറയുന്നേ അത് എങ്ങോട്ട് വരാൻ എനിക്ക് ചിലക്കാണ്ട് പോവാറുണ്ട് സമയത്താ വിളിക്കണേ. ആ ആരെ വരീന് ഇങ്ങോട്ട് വരിക. അല്ല നമ്മൾ അയലക്കാരും മഹാചെത്തകളാണ്. ഒരു തെണ്ടി കെട്ടി തിരിഞ്ഞൊക്കെ കുതുകളൊക്കെ ഉണ്ടായിട്ട് ഈ ചെറ്റ പണിക്ക് നടത്തിട്ട് ബാക്കി കാര്യം ഇറച്ചിയോട്ട് എനിക്ക് പുത്തരി നിലങ്ങളെ എടാ പണിക്കണേ എടാ നാളെ പണിക്കണേ ഡൈലന്റെ വാതിൽ ഓർക്കണ കുത്തി കൊല്ലം മാലാക്കി കൗത്തിലിടും. നിങ്ങൾ അങ്ങോട്ട് പോയിന് ഇവനെ ഞാൻ കൊല്ലും. ഇവനെ കൊല്ലാതെ ഞാൻ പോവൂല. എനിക്ക് ചോര വേണം. പണിക്ക ചോര വേണം. നിങ്ങൾ കുടുംബമായിട്ട് കഴിഞ്ഞോടത്ത് ഞാൻ വന്നു വല്ല അതിക്രമം കാണിച്ചാൽ അതിന്റെ മോശം നിങ്ങൾക്ക് തന്നെയല്ലേ. ഞാനൊരു എന്താ ഒന്നുമില്ല എടുക്കാം. എന്തായി എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മളെന്തിന് വേണ്ടാത്തതിൽ തലയിടാൻ പോകുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ ഒരു ബഹളം? ആഹാ ഒളിച്ചിക്കണില്ലേ. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. ഹിസ് വെരി നൈസ് ഫെലോ. അയാളോട് അയാളെ വീട്ടിൽ താമസിക്കേണ്ടെന്ന് ഞമ്മക്ക് പറയാൻ പറ്റുമോ? ഇതിനൊരു ന്യായം വേണ്ടേ? അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? അഹങ്കാരോ ആ ഉണ്ടോ? ഉണ്ട്. ഇവ